ആദ്യം ശ്രീ മോഹൻ വർഗീസ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കുമ്പോഴും ലോക്സഭയിലെ കേൾക്കുമ്പോഴും അതിൽ കോൺഗ്രസിനെ മാത്രമായിട്ട് ആക്രമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അടിയന്തരാവസ്ഥ എന്നത് തന്നെയാണ്. അങ്ങനെ ഈ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച അത് നടത്തുമ്പോൾ പോലും കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അടിയന്തരാവസ്ഥ മാറുകയാണല്ലോ. അതിനാൽ തന്നെ ലോക്സഭയിൽ വേണ്ട രീതിയിൽ ഭരണപക്ഷത്തിനെതിരെ ഒരു ആയുധമാക്കി ഭരണഘടനയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നല്ലേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിച്ചതിന് എണ്ണിയുള്ള മറുപടിയാണല്ലോ ഇപ്പോൾ മോദിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷത്തിന്റെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം യഥാർത്ഥത്തിൽ ഭരണഘടനയാണ് എന്നാണ് പൊതുവെയുള്ള സങ്കല്പം. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഒരു ഭരണകൂടം മോദി 3.0 നിലവിൽ വന്നപ്പോൾ എല്ലാ കോൺഗ്രസ് അംഗങ്ങളും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്നു. അതുകൊണ്ട് അതേക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ച ഒരാവശ്യമാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത് അനുകൂലമായ ഒരു വിഷയം തന്നെയാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ ഇതിനെക്കുറിച്ചുള്ള 2 ദിവസത്തെ ചർച്ചയ്ക്കുള്ള സമയം അനുവദിച്ചതും ആ ചർച്ച കൊണ്ടും കൊടുത്തും തന്നെയാണ് മുന്നേറുന്നത്. ആദ്യ അവസരം ലഭിച്ച പാർലമെന്റിൽ ആദ്യമായി എത്തുന്ന ലോക്സഭയിൽ ആദ്യമായി എത്തുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗം, ആ കന്നി പ്രസംഗം തന്നെ ശ്രദ്ധേയമായി എന്ന ഒരു വിഭാഗമുണ്ട്. പ്രത്യേകിച്ച് പുതിയതായി ഒന്നും തന്നെ ഇല്ല എന്ന് മറുഭാഗം പറയുന്നു. അതെന്ത് തന്നെയായിരുന്നാലും ശരി, പ്രതീക്ഷയ്ക്ക് ഉപരിയായ ഒന്നും തന്നെ അവിടെ കാണാനില്ല. അതേസമയം രാഹുൽ ഗാന്ധി ഇന്ന് ഉച്ചതിരിഞ്ഞ് നടത്തിയ ആ പ്രസംഗത്തിൽ കഴിഞ്ഞ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തിയ അഭയമുദ്ര കാണിച്ചുകൊണ്ട് ഭയമില്ലാതെ പ്രീതിയില്ലാതെ മുന്നോട്ട് പോകും എന്ന ഉറപ്പാണല്ലോ അഭയമുദ്ര. ആ അഭയമുദ്രയുടെ ഒരു വിരൽ മാത്രം മാറ്റി അത് ഏകലവ്യന് നഷ്ടപ്പെട്ട വിരൽ എന്ന ഒരു പ്രതീകാത്മക ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ഈ വിരൽ നഷ്ടപ്പെടുന്നത് യുവജനങ്ങൾക്ക് നഷ്ടം വരുന്നു എന്ന രീതിയിലാണ്. അതുപോലെ വനിതകൾക്ക്, യുവജനങ്ങൾക്ക് ഹത്രോസ് വിഷയം എണ്ണിപ്പറയുന്നു. അങ്ങനെ ഇവിടെ നടക്കുന്ന ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടക്കുന്ന ഭരണഘടനയുടെ മറവിൽ നടക്കുന്ന ചൂഷണം, ശോഷണം, പീഡനം മുതലായ കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയത്. ഉരുളക്കുപ്പേരി എന്ന നിലയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് അത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അടിയന്തരാവസ്ഥ ഏറ്റവും കടുത്ത ഭരണഘടനാ മൂല്യങ്ങളെ ഏറ്റവും അധികം അട്ടിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു 75-77 കാലത്തെ ആ കറുത്ത ദിനങ്ങൾ, അടിയന്തരാവസ്ഥയുടെ നാളുകൾ. അത് മാത്രമല്ല, അടിയന്തരാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ എണ്ണി പറയുന്നതിനോടൊപ്പം തന്നെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലത്ത് 75 പ്രാവശ്യമാണ് ഭരണഘടന ഭേദഗതി ചെയ്തത്. ഇപ്പം 129ാമത്തെ ഭേദഗതി നടക്കുമ്പോൾ മഹാഭൂരിപക്ഷം ഭേദഗതികൾക്കും നടുനായകത്വം വഹിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് മാത്രമല്ല, ഒരു നെഹ്റുവിയൻ കാലഘട്ടത്തെ തന്നെ കാര്യമായി തുച്ഛീകരിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന നെഹ്റുവിയൻ കാലഘട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. 1959 EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ടത് മുതൽ മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നെഹ്റുവിൻ്റെ ഒരു ലെഗസി കോൺഗ്രസ് പിന്തുടരുന്നു. രാഹുൽ ഗാന്ധിയിലൂടെ, പ്രിയങ്ക ഗാന്ധിയിലൂടെ അത് പിന്തുടരുന്നു. അതിന് ബദലായി പ്രതീക്ഷിക്കാവുന്നൊരു മുഖം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിന്റെ 12, ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്, കോൺഗ്രസിന്റെ 12 സംസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ 12 യൂണിറ്റുകൾ, PCCകൾ മുന്നോട്ട് വെച്ച പേര് സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ ആയിരുന്നു. ആ പേര് മാറ്റിക്കൊണ്ട് നെഹ്റുവിനെ ഏകപക്ഷീയമായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയപ്പോൾ അവിടെ ഒരു നീതി നിഷേധം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിൽ ആദ്യം പാർട്ടി ഭരണഘടനയെ അനുസരിക്കുവാൻ കോൺഗ്രസുകാർ പഠിക്കട്ടെ, പിന്നീടാണല്ലോ ഇന്ത്യൻ ഭരണഘടനയെ അവർ അനുസരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനവും ഒരു പരിഹാസവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അവസാനമായി ഇപ്പോൾ ഉന്നയിച്ചത്. ശ്രീ